ഹലോ. അങ്ങനെ പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് കുറേയേറെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റ് മൊത്തം. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുള്ളി നായകനാകുന്ന ഖലീഫ എന്ന് പറഞ്ഞ പുതിയ സിനിമയുടെ ഒരു ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുന്നതാണ്. സാധാരണ ഗ്ലിംസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ഇതായിരിക്കുള്ളൊരു സാധനമായിരിക്കും. പക്ഷേ ഇതതല്ല. ഇത് ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അടുത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇതൊന്നുമല്ല സംഗതി. എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു മാസ് സ്റ്റൈലിഷ് ഒരു അവതാർ. അതായത് പുള്ളി ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് വേഷത്തിൽ എനിക്ക് തോന്നുന്നു ചെയ്തിട്ട് കുറച്ചേറെ നാളായി. ലാസ്റ്റ് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത്രയും സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നിയത് രണം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. പുള്ളി അതിൻ്റെ അകത്ത് വന്നൊരു ക്യാരക്ടർ വൈസ് ലുക്ക്, സ്വാഗ് അതെല്ലാം എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു BGM ഇതെല്ലാം കൂടെ ഒരു ഈക്വൽ സിങ്കായിട്ട് വന്ന പുതിയൊരു ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് ഖലീഫ. അപ്പം BGMനെ പറ്റി പറയുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ ജെയ്ക്സ് ബിജോയ്. പുള്ളിയാണ് ഇതിൻ്റെ അകത്തെ BGM കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലോകയ്ക്കകത്തെ എഡിറ്റിങ്ങിൽ കൂടി നല്ലൊരു ശ്രദ്ധ കിട്ടിയ ഒരാൾ ചമൻ ചാക്കോ. പുള്ളിയുടെ നല്ലൊരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് നമുക്കിതിനകത്ത് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജോമോൻ്റെ ക്യാമറ, പിന്നെ ജിനു വിജയിക്കുന്ന ഒരു സ്റ്റോറി, അതുപോലെ തന്നെ നമ്മുടെ വൈശാഖിൻ്റെ ഡയറക്ഷൻ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മികച്ചൊരു എൻ്റർടൈനർ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ സ്റ്റോറി വൈസ് കണ്ടിട്ട് പഴയ ഏകദേശം കണ്ട് പരിചയമുള്ളൊരു കഥകളൊക്കെ പോലെ തന്നെ തോന്നുന്നു. പക്ഷേ ഞാൻ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മേക്കിംഗ് പാർട്ടിലേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എനിക്ക് പോയത്. അപ്പം എന്തായാലും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നതിൽ യാതൊരു തർക്കവും അല്ലെങ്കിൽ യാതൊരു സംശയമായിട്ട് എനിക്ക് തോന്നുന്നില്ല.